ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷ്ണമോള് ആകെ സങ്കടത്തിലാണ്. വൈജയും രോഹിത്തും ഭവിതയും കൂടി മറ്റൊരു വീട് വാടകയ്ക്കെടുത്ത് മാറുവാണെന്നുള്ള കാര്യമൊക്കെ അവൾക്കും മനസ്സിലായിട്ടുണ്ട്. ബാലേന്ദ്രനോട് കൃഷ്ണമോൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ അവളോട് പറയുന്നുണ്ട്, എൻ്റെ മകനെ എങ്ങനെയെങ്കിലും ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് ഞാൻ. എന്നാൽ അതേപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങളും മറ്റും എന്നെ പിടികൂടുന്നുമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവളുടെ ഈ അഹങ്കാരമുണ്ടല്ലോ, അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എന്തൊരു മനുഷ്യജന്മമാണ് അവൾ. അവളുടെ മകനെ രക്ഷിക്കാനുള്ള അതിനു വേണ്ടിയെങ്കിലും ഒന്നിച്ച് നിൽക്കാമെന്ന് അവൾക്ക് ചിന്തയില്ല. ഈ സമയത്ത് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ത് മോശമാ. എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമില്ല, അവളുടെ തലയിലേക്ക് ഒന്നും കയറില്ല എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ സങ്കടപ്പെടുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അച്ഛൻ സങ്കടപ്പെടണ്ട, നമുക്ക് അമ്മ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി തിരികെ കൊണ്ടുവരണം. എന്തിന്? അവളെ എന്തിനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്? അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അവൾ ഇങ്ങോട്ട് വന്നാൽ മതി. അത് പിന്നെ അച്ഛാ, അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും അലീന ചേച്ചി അച്ഛൻ്റെ ഏതോ അവിധമാണ്, അല്ലെങ്കിൽ അച്ഛൻ്റെ അവിധത്തിലുണ്ടായ മോള്, അങ്ങനെയല്ലേ? അങ്ങനെയുള്ളപ്പോൾ ഏതൊരു ഭാര്യയാണെങ്കിലും അങ്ങനെയല്ലേ പ്രതികരിക്കുകയുള്ളൂ. അതിന് കൃഷ്ണമോളെ, അങ്ങനെ പ്രതികരിക്കാനുള്ള യോഗ്യത അത് ശകലമെങ്കിലും നിൻ്റെ അമ്മയ്ക്ക് വേണ്ടോ? അതിന് ഒരു യോഗ്യത വേണം. അതൊന്നും നിൻ്റെ അമ്മയ്ക്കില്ല. അവൾ ഇത്രയും കാലം എന്നെ ചതിക്കുകയല്ലായിരുന്നു. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞുണ്ടായ കാര്യം മറച്ചു വെച്ചിട്ടാണ് അവൾ എന്നെ വിവാഹം കഴിച്ചത്. അതുമാത്രമല്ല, എൻ്റെ കുഞ്ഞുങ്ങളെ 3 എണ്ണത്തിനെ അവൾ പ്രസവിച്ചത്. കല്യാണം കഴിഞ്ഞ് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും അവൾക്ക് എന്നോട് ഇതൊക്കെ പറയാമായിരുന്നു. പക്ഷേ അത് ചെയ്തില്ല. ഒരു കുടുംബം മുഴുവനും എന്നെ ചതിച്ചില്ലേ? ഒരു മനസാക്ഷിയുമില്ലാതെ എത്രയും കാലം എന്നോട് പെരുമാറിയില്ലേ? ഇത്രയും നാളും ബാലചന്ദ്രൻ നിൻ്റെ അമ്മയുടെ അടിമയായിരുന്നു. അവൾ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. അവൾ പറയുന്നതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. നിനക്കറിയാലോ, വൈജയനെ ഒരു വിഗ്രഹം പോലെയാണ് ഞാൻ കൊണ്ടു നടന്നിരുന്നത്. അത്രയ്ക്കിഷ്ടമായിരുന്നു എനിക്ക് അവളെ. ജനിച്ച അന്ന് മുതൽ ഞാൻ അവളെ കാണുന്നതാണ്. അത്രയ്ക്കും ഞാൻ അവളെ ആഗ്രഹിച്ചിരുന്നു. മനസ്സുകൊണ്ട് ഒരുപാട് ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അതിൻ്റെ 100 ഇരട്ടി ഇപ്പോൾ ഞാൻ അവളെ വെറുക്കുന്നുണ്ട്. എന്നെ ചതിച്ചതിനും എല്ലാം എന്നിൽ നിന്ന് മറച്ചു വെച്ചതിനും ഞാൻ അവളെ 100 ഇരട്ടി വെറുക്കുന്നുണ്ട്. എന്നിട്ട് വൈജ തെറ്റുകാരിയല്ലെന്ന് നീ ഇനിയും പറയരുത്. ഒരു മനസാക്ഷി ഇല്ലാത്തവളവൾ, രാക്ഷസി. അവൾ പറഞ്ഞത് നീയും കേട്ടതല്ലേ? ഒരിറ്റ സ്നേഹമെങ്കിലും അവൾക്ക് എന്നോടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അറ്റാക്കായി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഒരു നോക്ക് എന്നെ കാണാനെങ്കിലും വന്നോ? എന്നെപ്പറ്റി ഒന്ന് അന്വേഷിക്കുമെങ്കിലും ചെയ്തോ അവൾ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൾക്ക് ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ ചങ്കു പടച്ചു. അവളെ കാണാൻ എത്ര വട്ടം ഞാൻ ഹോസ്പിറ്റലിൽ പോയി. എന്നിട്ടും അതിനെപ്പറ്റി ഒരു ചിന്ത പോലും അവൾക്കില്ല. പിന്നെ ഞാൻ എന്തിനാണ് അവൾക്ക് വേണ്ടിയിട്ട് കിടന്ന് അലമുറ കൂട്ടുന്നത്? അവൾക്ക് വേണമെങ്കിൽ വന്നാൽ മതി, എനിക്കൊരു നിർബന്ധവും ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അച്ഛാ, നമ്മുടെ കുടുംബം എല്ലാം കൊണ്ടും സ്പ്ലിറ്റാകാൻ പോവാണ്. അച്ഛനൊരു വഴിക്ക്, അമ്മയൊരു വഴിക്ക്, ഞാനും ഭവിതേച്ചിയും രോഹിത്തേട്ടനും എല്ലാവരും ഓരോ വഴിക്ക്. ഇങ്ങനെ എന്ത് ചെയ്യുവച്ചാ? നമ്മുടെ കുടുംബമല്ലേ തകരുന്നത്. അതിന് ഞാൻ എന്ത് ചെയ്യാനാ മോളെ? അവളോട് ഇങ്ങോട്ടേക്ക് വരാൻ ഞാൻ പറഞ്ഞതാ, അവളത് ചെയ്തില്ല. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ഞാൻ അവളോട് പറഞ്ഞതാ. അപ്പോൾ അവൾ പറയുക, ഞാൻ അങ്ങോട്ട് വരില്ല, വൈജയനെ ബലം പ്രയോഗിച്ച് കൊണ്ടുവന്നൊന്നും ആരും വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ഭയങ്കര പ്രഹസനമായിരുന്നു. ഇനി ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ വരട്ടെ. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛാ, അമ്മയൊക്കെ വീട് മാറുവാണെങ്കിൽ ചേച്ചി ഇവിടെ നിൽക്കില്ലെന്നാ പറയുന്നത്. ചേച്ചിയോ? ഏത് ചേച്ചി? അതെ, അത് അലീന ചേച്ചി. അലീനയോ? അവളിവിടുന്ന് എങ്ങോട്ട് പോകാനാ? അതൊന്നും എനിക്കറിയില്ല. അമ്മ ഇവിടെ നിന്ന് മാറുവാണെങ്കിൽ 3-4 ദിവസത്തിനുള്ളിൽ ചേച്ചി ഇവിടെ നിന്ന് പോകുമെന്നാണ് ചേച്ചി പറഞ്ഞേക്കുന്നത്. അവളങ്ങനെ എവിടെയും പോവില്ല. അവളെ എങ്ങോട്ടും ഞാൻ വിടത്തുമില്ല. അവൾ ഇവിടെ നിന്ന് പോയാൽ വൈജ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അലീന ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഏത് നിമിഷമാണോ ആ നിമിഷം തന്നെ വൈജ ഇങ്ങോട്ട് തിരിച്ചു വരും. അതിനുള്ള സകല പണിയും അവൾ നോക്കുന്നുണ്ട്. അലീനയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് തുരുത്തണം. അതിനു വേണ്ടിയിട്ടുള്ള സകല പണിയുമാണ് അവൾ ഈ നോക്കുന്നത്. ഇതൊന്നും അവൾക്കെന്താ മനസ്സിലാവാത്തത്? അത് പിന്നെ അച്ഛാ, ചേച്ചിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടല്ല ചേച്ചി പോകുമെന്ന് പറയുന്നത്. ചേച്ചി ഇവിടെ നിന്നാൽ അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിയും. അതുകൊണ്ടാണ് ചേച്ചി ഇവിടുന്ന് പോകാമെന്ന് പറയുന്നത്. ചേച്ചിയാണ് ആകെപ്പാട് വിഷമത്തിലാണ്. 100 കൂട്ട് പ്രശ്നങ്ങൾക്ക് നടുവില്ല ചേച്ചി. അതിൻ്റെ കൂടെയാണ് അമ്മയുടെ ഈ അഹങ്കാരവും. ഇപ്പം അമ്മയ്ക്ക് ഇതിൻ്റെ ഒരാവശ്യം ഇല്ലായിരുന്നു. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, അത് തന്നെയാണ് മോളെ ഞാനും പറയുന്നത്. ഇപ്പം ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മോള് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം നമുക്ക് ആവശ്യം രോഹിത്തിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കുക എന്നുള്ളതാണ്. അതുമാത്രമാണ് ഇപ്പം എൻ്റെ ലക്ഷ്യം. അതിനിടയ്ക്ക് ഓരോ വഴക്കും ബഹളവും. അവൾ കുറേ വീടിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചെന്ന് പറയുന്ന കേട്ടു. മോള് കണ്ടായിരുന്നോ? അതേ അച്ഛാ, അതിൻ്റെ എഗ്രിമെൻ്റൊക്കെ എഴുതി
ആഹാ, ഇവളിത് എന്ത് ഭാവിച്ചോ? അവളിവിടുന്ന് പോയാൽ അവളെ ആര് നോക്കും? അത് ഒരു ഹോം നേഴ്സിനെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവളെല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടല്ലേ? ആ അതെ, എല്ലാം തീരുമാനിച്ചു. കമലാൻറ്റി ചെന്ന് ആ അമ്മയോട് പറഞ്ഞതാണ് ഇപ്പോൾ പോകണ്ട എന്ന്. നേരെ കടപ്പാട്ടൂരേക്ക് വന്നേക്കാനൊക്കെ പറഞ്ഞതാ. ഓ, അത്രയും ബോധമൊക്കെ കമലയ്ക്കുണ്ടായോ? ആ, പറഞ്ഞു കമലാൻറ്റി. ശിവനങ്ങളും രാജീവങ്ങളും എല്ലാവരും പറഞ്ഞു. എന്നിട്ടും അമ്മ ഒന്നും കേൾക്കുന്നില്ല. എല്ലാവരും അമ്മയോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത, എന്നാലും അമ്മയുടെ വാശിയിൽ തന്നെ നിൽക്കുക. ഓ, അതൊന്നും സാരമില്ല. മോൾ ഇതൊന്നോർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട. മോള് പോയിരുന്ന് പഠിക്കാൻ നോക്ക്. വരുന്നതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. എനിക്കിപ്പോൾ അവളുടെ പിന്നാലെ പോകലല്ല എൻ്റെ പ്രധാനം. എനിക്ക് എൻ്റെ ലക്ഷ്യം ഇപ്പോൾ എൻ്റെ മകനെ പുറത്തിറക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയായാലും അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ശിക്ഷയാണ് അവനിപ്പോൾ അനുഭവിക്കുന്നത്. എന്തായാലും ആ പെൺകുട്ടിനെ ഉപദ്രവിക്കാതെ അവൻ അവിടെ നിന്ന് ഓടിയല്ലോ. അത് എൻ്റെ ഒരു ഭാഗ്യം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതിന് ആ ശരണ്യ മൊഴി മാറ്റി പറയുമോ അച്ഛാ? പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ പറയുമായിരുന്നെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് കിടക്കാമായിരുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ബാലനാണെങ്കിൽ ഇതൊക്കെ ഓർത്ത് ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. അലീനയോട് പോയിട്ട് കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ചേച്ചി ചെയ്യുന്നേ? നാളെ തന്നെ വൈദേച്ചിയൊക്കെ പോകുന്നു പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ആ, ബബിത പോയാൽ നല്ല രസമായിരിക്കും. ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും മോശമാകത്തേ ഉള്ളൂ ബബിത. ഇപ്പോഴുള്ള ബബിതയുടെ സ്വഭാവം ആയിരിക്കല്ല, അപ്പോൾ ഒന്നുകൂടി വഷളാകത്തേ ഉള്ളൂ. അത് ശരിയാണ് ചേച്ചി പറഞ്ഞത്. ഇപ്പോഴേ ചേച്ചി ആകപ്പാടെ വഷള. അമ്മയുടെ കൂടെ പോയാൽ ഒന്നുകൂടെ ഇതാകും. അമ്മയുടെ കൂടെ പോയാൽ ഫുൾ ഫ്രീഡം ആയിരിക്കും ചേച്ചിക്ക്. പിന്നെ ചേച്ചിക്ക് എന്തും ചെയ്യാമല്ലോ. എനിക്കാണെങ്കിൽ ഒരു പിടുത്തവും കിട്ടുന്നില്ല. അമ്മയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയില്ല. ഞങ്ങളൊക്കെ എന്ത് ചെയ്താലും അമ്മയൊന്ന് അന്വേഷിക്കത്ത് പോലുമില്ല. അമ്മയ്ക്ക് എപ്പോഴും അമ്മയുടെ പിടിവാശിയും ബഹളവും ജോലിയും വാശിയും മാത്രം. അച്ഛൻ്റെ കാര്യം പോലും അമ്മ നല്ല രീതിയിൽ നോക്കാറില്ലായിരുന്നു. പാവം അച്ഛൻ അമ്മയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു. ഞങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്തതും പഠിപ്പിക്കാനൊക്കെ കൂട്ടിരിക്കുന്നതും ഒക്കെ അച്ഛൻ തന്നെയായിരുന്നു. പക്ഷേ ഏതോ ഒരു നിമിഷത്തിൽ അതെല്ലാം തകർന്നു പോയി ചേച്ചി. അതെ, അത് ഞാൻ വന്ന നിമിഷമാണ് മോളെ. ഞാൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു. ഞാൻ വന്നതിന് ശേഷമല്ലേ ഈ വീട് ഇങ്ങനെ ആയത്. ഞാൻ വരാൻ പാടില്ലായിരുന്നു. മേഡം വീടെടുത്ത് എന്ന് മാറുന്നു, അതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാൻ ഇവിടെ നിന്ന് പോകും. അല്ല, എങ്ങോട്ട് പോകാനാ ചേച്ചിയുടെ പ്ലാൻ? അത് പിന്നെ രേവതിക്കുട്ടിയോടും മാമച്ചായനോടും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു വീട് നോക്കാനായിട്ട്. അവരെന്നോട് അവിടെ നിൽക്കാനാണ് പറയുന്നത്. ചേച്ചി, അങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് അവിടെ നിന്നാൽ പോരെ? ചേച്ചിക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ അവിടെ നിന്നാൽ പോരെ? അങ്ങനെയാണെങ്കിൽ അമ്മ വന്നതിന് ശേഷം എല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ചേച്ചിക്ക് തിരിച്ചു വരാൻ പറ്റുമല്ലോ. അതൊന്നും ശരിയാവില്ല. രേവതിക്കുട്ടിയെ അവരിപ്പോൾ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ചെന്നാൽ അത് ശരിയാവില്ല. അവൾ നന്നായി അവിടെ ജീവിക്കണം. ഞാൻ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോകാൻ ഓർത്തിരിക്കുകയാണ് മോളെ. അപ്പോൾ ചേച്ചി പോകാൻ തന്നെ തീരുമാനിച്ചില്ലേ? അതെ മോളെ, പോണം. മോള് അതൊന്നും ഓർത്തിരിക്കേണ്ട. മോള് എന്നെ തടയണ്ട. അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നല്ലപോലെ നോക്കണം. പിന്നെ ഞാൻ പോയി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അമ്മയും ചേട്ടനും ചേച്ചിയും ഒക്കെ തിരിച്ചിങ്ങോട്ട് തന്നെ വരില്ലേ? പിന്നെ സന്തോഷത്തോടു കൂടി നിനക്ക് കഴിയാമല്ലോ എന്നിങ്ങനെ പറയാണ്. കൃഷ്ണമോള് അലീനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം അലീനയോട് കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ ഇന്ന് സ്കൂളിലേക്ക് പോകുന്നില്ല, അമ്മയെ കാണാൻ വേണ്ടി പോവാ. മോളിന്ന് എന്തിനാ അമ്മയെ കാണാൻ പോകുന്നത്? അതിന് സ്കൂൾ മുടക്കേണ്ട കാര്യമുണ്ടോ? വൈകിട്ട് പോയാൽ പോരെ? അല്ലേ ചേച്ചി, എനിക്ക് ഇന്ന് അമ്മയെ കാണാൻ പോകണം. അമ്മയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് വേണോ മോളെ? ഇനിയും പോയിട്ട് വെറുതെ അമ്മയോട് വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഏയ്, വഴക്കുണ്ടാക്കാനൊന്നും അല്ല ചേച്ചി, ഒരു ചാൻസ് കൂടെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അമ്മയെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാനാ. ഇല്ല മോളെ, അമ്മ വരില്ല. ഞാൻ ഇവിടുന്ന് പടി ഇറങ്ങിയാലേ അമ്മ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരൂ. അത് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മുടെ മുന്നിലൊരു ഓപ്ഷൻ എന്നും പറഞ്ഞ് അലീന നിൽക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോള് അച്ഛനോടും പറഞ്ഞിട്ട് വൈജയെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. വൈജയ് ഈ സമയം ഹോസ്പിറ്റലിൽ ആ ബ്രോക്കറെ ഫോൺ ചെയ്ത് ബാക്കി വീട് മാറാനുള്ള കാര്യങ്ങളെപ്പറ്റി എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൃഷ്ണ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ആഹാ, നീ വന്നോ? ഇങ്ങനെ ഒരുത്തി ഇവിടെ ജീവനോടിരിപ്പുണ്ടെന്ന് നിനക്ക് ഇപ്പോഴാണോ തോന്നിയത്? അമ്മയെ കാണാൻ വന്നിട്ട് എന്തിനാ? അവിടെ വരുമ്പോൾ തൊട്ട് അമ്മ കുറെ കുറ്റം പറയും, അച്ഛനെയും അലീന ചേച്ചിനെയും എന്നെയൊക്കെ. അതുകൊണ്ടാണ് വരാഞ്ഞത്. ഓ, നിനക്കപ്പോൾ ഒരു മാറ്റം ഇല്ലല്ലേ? എന്ത് പറഞ്ഞാലും അലീന ചേച്ചി എന്ത് പറഞ്ഞാലും നിനക്കതേ ഉള്ളൂ. പിന്നെ ഞാൻ നാളെ വീട് മാറാൻ പോവാ. നീ നാളെ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഭവിത വരുന്നുണ്ട്. അമ്മയ്ക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? നമ്മുടെ ചേട്ടൻ എവിടാന്ന് വല്ല ബോധമുണ്ടോ അമ്മയ്ക്ക്? ആ ചേട്ടൻ ജയിലിൽ കിടക്കുമല്ലേ? ആ പാവം അച്ഛൻ അതിനു വേണ്ടി എന്തോരം ഓടുന്നുണ്ടെന്നറിയാമോ?
ഒന്ന് ചേട്ടനെ ഇറക്കാനായിട്ട്. ആരെയൊക്കെ കാല് പിടിക്കുന്നുണ്ട്. എന്തൊക്കെ ടെൻഷനും പ്രശ്നങ്ങളും ആ വീട്ടിൽ. അതിൻ്റെ ഇടയ്ക്ക് അച്ഛന് അറ്റാക്ക് ഉള്ളതാണ്. 2 തവണ അറ്റാക്ക് വന്നു. അച്ഛൻ്റെ അവസ്ഥയെങ്കിലും അമ്മയ്ക്കൊന്ന് ചിന്തിച്ചൂടെ? ഓ, നിനക്കപ്പോഴും അച്ഛൻ്റെ അവസ്ഥയുള്ളല്ലേ. അമ്മയ്ക്ക് എന്ത് വന്നെന്നുള്ളതൊന്നും നിനക്ക് പ്രശ്നമേ അല്ലല്ലേ. ഞാനിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായെന്ന് നിനക്ക് വല്ല ചിന്തയുണ്ടോടി? നീ അവിടെ അച്ഛനെ ശുശ്രൂഷിച്ചിരുന്നോ? ഒരു ദിവസമെങ്കിലും എൻ്റെ അരികെ വന്ന് നിൽക്കാൻ തോന്നിയോ? എന്തിനാ ഇവിടെ വന്ന് നിന്നിട്ട് അമ്മയുടെ വായിലിരിക്കുന്ന മൊത്തം കേൾക്കാനോ? ഒരു ദിവസമെങ്കിലും അമ്മ മര്യാദയ്ക്ക് എന്നോട് സംസാരിച്ചിട്ടുണ്ടോ? എപ്പോഴും ദേഷ്യവും മറ്റുള്ളവർ കുറ്റം പറച്ചിലും ഭയങ്കര ജാടയും അഹങ്കാരവും. അമ്മ വലിയ സംഭവമാണെന്നാ അമ്മയുടെ വിചാരം. അതേടി, ഞാൻ വലിയ സംഭവം തന്നെ. ഈ വൈജി ഒരു കാര്യം തീരുമാനിച്ചാലേ അത് തീരുമാനിച്ചത് തന്നെയാ. ആ അലീന ഉള്ളിടത്തോളം കാലം ഞാൻ ആ വീട്ടിലേക്ക് കാല് കുത്തില്ല. അങ്ങനെയാണെങ്കിലേ അമ്മ ഇനി ഒരിക്കലും ആ വീട്ടിലേക്ക് കാല് കുത്തണ്ട. അവിടെ എന്നും അലീന ചേച്ചി ഉണ്ടാവും. ആ ചേച്ചി ഉള്ളിടത്തോളം കാലം അമ്മ വന്നില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. അച്ഛനാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിനക്കോ? ഓ, നിനക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ. നിനക്കും ഇപ്പോൾ അമ്മ വേണ്ടല്ലേടി? അവളെ മതിയല്ലോ രണ്ടാനമ്മയായിട്ട്. അമ്മയോട് എത്ര പറഞ്ഞാലും അമ്മയുടെ തലയിൽ കയറില്ല. അതുകൊണ്ടാണ് ഞാൻ അമ്മയെ കാണാൻ വരാതിരുന്നത്. അല്ല, അമ്മ പുതിയ വീടൊക്കെ എടുത്ത് മാറാൻ പോവാണെന്നൊക്കെ അറിഞ്ഞല്ലോ. അതെ, ഞാൻ പോവുക. ഞാനും എൻ്റെ മകളും കൂടി. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ അവനും, അല്ലെങ്കിൽ ഞങ്ങൾ 2 പേരും മാത്രം. അമ്മയ്ക്ക് ലേശമെങ്കിലും ഉളുപ്പുണ്ട് അമ്മേ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്. ചേട്ടൻ ജയിലിലല്ലേ. ചേട്ടനെ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാൻ അമ്മയ്ക്ക് ഒന്ന് ശ്രമിച്ചൂടെ? ഞാനിവിടെ കിടന്ന് എങ്ങനെ ശ്രമിക്കാനടി? നിന്റെ അച്ഛനുണ്ടല്ലോ അവിടെ. അയാളോട് പറ. അയാൾ അവളെ കൊണ്ട് കറങ്ങാനൊക്കെ പോകുന്നുണ്ടല്ലോ. ആ സമയത്ത് മോൻ്റെ കാര്യം കൂടി ഒന്ന് അന്വേഷിക്കാൻ പറ. അതിന് അവർ കറങ്ങാനൊന്നും അല്ല അമ്മേ പോയത്. അവർ എങ്ങനെയെങ്കിലും ഏട്ടനെ ഒന്ന് ഇറക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ ഒന്നും നടന്നില്ല. നടക്കില്ലെങ്കിൽ പിന്നെ എന്തിനാടി അവളെ കൊണ്ടൊക്കെ പോകുന്നത്? അതും എറണാകുളത്ത് ഒരു വേലക്കാരിയും കൊണ്ട് എറണാകുളത്തുള്ള വീട്ടിലേക്കൊക്കെ പോയിരിക്കുന്നു. അങ്ങനെ അച്ഛനെ നാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലമ്മേ. അമ്മയുടെ കാര്യം നോക്ക്. ദേ, നീ ഇത് കണ്ടോ? ഇത് വീടിൻ്റെ എഗ്രിമെൻറ്റാ. വൈജ ഒരു കാര്യം പറഞ്ഞാൽ അത് നടത്തിയിരിക്കും. ആരും എന്നെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഞാൻ നടത്തിയിരിക്കും. അല്ലെങ്കിലും അമ്മ പണ്ടേ അങ്ങനെ തന്നെ. അമ്മയുടെ ആഗ്രഹം എന്താണോ അതമ്മ നടത്തും. പാവം അച്ഛൻ ഇത്രയും കാലം അമ്മയുടെ അടിമയായിട്ട് കഴിയുമായിരുന്നു. ഞങ്ങൾ മക്കളെയായാലും മര്യാദയ്ക്ക് അമ്മ വളർത്തിയിട്ടുണ്ടോ? ഇല്ല, പ്രസവിച്ചു, അത്ര തന്നെ. ഞങ്ങളെ വളർത്തിയത് അച്ഛനും അമ്മമ്മയൊക്കെ കൂടിയിട്ടാണ്. അമ്മയ്ക്ക് അപ്പോഴും അമ്മയുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു വലുത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണെങ്കിലോ? ആണെങ്കിൽ അമ്മയ്ക്ക് അമ്മയുടെ കാര്യം മാത്രം. ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കാനെങ്കിലും ഞങ്ങളുടെ ഒപ്പം ഇരുന്നിട്ടുണ്ടോ? ഞങ്ങളെ ഒന്ന് സ്നേഹത്തോടെങ്കിലും നോക്കിയിട്ടുണ്ടോ? അതുമില്ല. എപ്പോഴും ഞാൻ വൈജിയ. ഇത് മാത്രം പറയുന്നേക്കാം. ഈ വൈജി എന്ന് പറഞ്ഞാൽ ആരാന്ന് അമ്മയുടെ വിചാരം? ഈ നാട്ടിലെ പ്രധാനമന്ത്രിയൊന്നും അല്ലല്ലോ. അമ്മ സാധാരണ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. അതാദ്യം അമ്മയൊന്ന് മനസ്സിലാക്കുക. നീ കൂടുതൽ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. അല്ല, നീ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ വന്നത്? അതെ, ഞാൻ ഇതൊക്കെ പറയാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. അമ്മയുടെ മോളെ കൊണ്ട് വീട് മാറി താമസിക്കാൻ പോവല്ലേ? അതിനു മുമ്പ് അമ്മയെ ഒരു കാര്യം കാണിക്കണമെന്ന് എനിക്ക് തോന്നി. എന്ത് വീഡിയോ? എന്ത് കാണിക്കാനെന്ന്? അങ്ങനെ കൃഷ്ണമോളാണെങ്കിൽ അവളുടെ ഫോണും കൊണ്ടാണ് വന്നത്. അവളുടെ ഫോൺ എടുത്ത് വൈജയെ അവൾ ആ വീഡിയോ കാണിക്കുന്നുണ്ട്. ദേ, ഈ വീഡിയോ അമ്മയൊന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞ് അവൾ വൈജയെ കാണിക്കുന്നുണ്ട്. ഏത് വീഡിയോ ആണെന്നറിയുമോ? അന്ന് ബബിതയും അവളുടെ കാമുകനും കൂടി ഒരു വീട്ടിലേക്ക് കയറി പോകുന്നത് ഹരി വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നല്ലോ. ആ വീഡിയോ ആണ് കാണിക്കുന്നത്. അവർ 2 പേരും കൂടെ ആ വീട്ടിലേക്ക് കയറുന്നതും അവിടെ വെച്ച് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നതുമായിട്ടുള്ള വീഡിയോ ആണ് അവൾ കാണിച്ചു കൊടുക്കുന്നത്. ആ വീഡിയോ കണ്ട് വൈജി ആകപ്പാടെ ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, ഇതാരാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായോ? അമ്മയുടെ മോള് തന്നെയാ ബബിത. പിന്നെ ആ കൂടെയുള്ളവൻ ആരാണെന്നറിയുമോ? അത് ചേച്ചിയുടെ കാമുകനാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് 2 പേരും തമ്മിൽ ഭയങ്കര പ്രണയത്തിലാണെന്നാണ് പറയുന്നത്. പിന്നെ ഈ വീഡിയോ എടുത്തതാരാണെന്ന് അമ്മയ്ക്കറിയാവോ? അതാരാ എടുത്തേ? അത് നമ്മുടെ പീഡനവീരൻ ഹരിയേട്ടൻ. ഹരിയോ? അമ്മയ്ക്ക് അറിയാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഹരിയേട്ടൻ ഈ വീഡിയോ എടുത്തിട്ട് എന്താ ചെയ്തതെന്ന് നമുക്കറിയാവോ? ചേച്ചീനെ ഈ വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തി ചേച്ചി ഹരിയേട്ടൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ചേച്ചി എന്താ ചെയ്തതെന്നറിയുമോ? ഹരിയേട്ടൻ്റെ ഫോണ് തല്ലി പൊട്ടിച്ചു, അരകല്ലെ വെച്ച് ഇടിച്ച് ചതച്ചു. ഇത് കാരണമാണ് അന്ന് കൊല്ലപ്പള്ളിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ കടപ്പാട്ടൂരേക്ക് വന്നത്, നമ്മുടെ വീട്ടിലേക്ക്. ഈ കാര്യങ്ങളൊക്കെ പുറത്തറിയുന്നതേ ഈ കേസിൽ ഹരിയേട്ടനെ പോലീസ് പിടിച്ചപ്പോഴാണ്. സ്വന്തം പെങ്ങളെ പോലും ഹരിയേട്ടൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് രോഹിത്തേട്ടന് പോലും മനസ്സിലായത് അപ്പോഴാണ്. അതുമാത്രമല്ല, പണ്ട് ഈ ഹരിയേട്ടൻ എന്നോട് മോശമായി പെരുമാറിയതും അമ്മയ്ക്കറിയാലോ. ഇപ്പം അതൊന്നും അല്ല കാര്യം. ബബിതേച്ചിയുടെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് മനസ്സിലായല്ലോ. ചേച്ചിയുടെ പോക്ക് എങ്ങോട്ടാണെന്നും അമ്മയ്ക്ക് മനസ്സിലായല്ലോ.
പല ദിവസങ്ങളിലും വീട്ടിൽ നിന്ന് അമ്മയെ കാണാനെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ട് ചേച്ചി ഈ വഴിക്കൊക്കെയാണ് പോകുന്നത്. കോളേജിലേക്കാന്നും പറഞ്ഞ് പോകുന്നതും ഈ വഴിക്കൊക്കെയാണ്. അത് മാത്രമല്ല 2 ദിവസം എറണാകുളം നിൽക്കാനാന്നും പറഞ്ഞ് അലീനേച്ചി പോയില്ലേ? ആ സമയത്ത് ഞാൻ കോളേജിലും അച്ഛൻ ഹോസ്പിറ്റലിലും ഒക്കെ ആയിരുന്നു. അന്ന് അലീന ചേച്ചി തിരിച്ചു വന്ന സമയത്തെ ചേച്ചി കാണുന്നത് 2 പേരും കൂടെ ഒരു റൂമിലായിരുന്നു. അത് നമ്മുടെ വീട്ടിൽ അന്ന് ചൂലൊക്കെ എടുത്തെറിഞ്ഞാണ് അലീന ചേച്ചി ആ മുടിയനെ അവിടെ നിന്ന് ഓടിച്ചത്. അന്നത് വീട്ടിൽ പറയുന്ന പറഞ്ഞ് ചേച്ചി ഒരുപാട് പ്രശ്നമുണ്ടാക്കി. എന്നാൽ ഭവിത ചേച്ചി അലീന ചേച്ചിയുടെ കാല് പിടിച്ച് പറഞ്ഞിട്ടാണ് വീട്ടിൽ അന്ന് അക്കാര്യം പറയാതിരുന്നത്. അലീന ചേച്ചി ഒരിക്കലും ആർക്കും ഒരു ദ്രോഹം ചെയ്യാൻ നോക്കിയിട്ടില്ല, നല്ലത് മാത്രമേ ചെയ്യാൻ നോക്കിയിട്ടുള്ളൂ. ഇപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായല്ലോ. അമ്മയുടെ മോള് ഭവിത ചേച്ചിയാണ് വഴിപിടിച്ച് നടക്കുന്നത്, അല്ലാതെ അലീന ചേച്ചി ഒന്നും അല്ല. വൈജിക്ക് ഒന്നും മിണ്ടാനില്ലാതെ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ഉത്തരമുട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഈ വീഡിയോ അന്ന് ഹരിയേട്ടൻ ചേച്ചിയുടെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ചേച്ചിയുടെ ഫോണിൽ നിന്ന് എടുത്തതാണ്. പിന്നെ ഈ കാര്യങ്ങൾ എനിക്ക് മാത്രമല്ല അറിയാവുന്നത്, അലീന ചേച്ചിക്കും രോഹിയേട്ടനും അതുപോലെ അച്ഛനും ചെറുതായിട്ട് ഇതിൻ്റെ ന്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല മനുവേട്ടനും ഇക്കാര്യങ്ങളൊക്കെ അറിയാം. മനുവേട്ടൻ പല പ്രാവശ്യം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചേച്ചിയെ ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട്. അത് മാത്രമല്ല പല സ്ഥലങ്ങളിലും പല റൂമുകളിൽ വെച്ചും ഇവരെ തമ്മിൽ ഒന്നിച്ച് കണ്ടവർ ഒത്തിരി പേരുണ്ട്. പലരും സംസാരിക്കുന്നുമുണ്ട്. എന്തായാലും അമ്മയ്ക്ക് പറ്റിയതുപോലെ മോക്കും പറ്റാതിരുന്നാൽ കൊള്ളാം. എന്താടി നീ പറഞ്ഞത്? അല്ല, അമ്മയുടെ അതേ സ്വഭാവമാണല്ലോ ചേച്ചിക്കും. അമ്മയുടെ ഈ എടുത്തുചാട്ടവും മുൻകോപവും ദേഷ്യവും എല്ലാം ചേച്ചിക്കും ഉണ്ട്. അതേപോലെ ചേച്ചിക്ക് ഈ അബദ്ധം പറ്റാതിരിക്കണമെന്ന് അമ്മയോട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പം തന്നെ ചേച്ചി എന്തുകൊണ്ടാണ് അമ്മയുടെ കൂടെ വരാൻ ഇത്ര ധൃതി വെക്കുന്നതെന്ന് അമ്മയ്ക്കറിയാവോ? അച്ഛൻ്റെ അരിക്കൽ നിന്ന് മാറുവാണെങ്കിൽ തന്നെ ചേച്ചിക്ക് കുറേ സ്വാതന്ത്ര്യം കിട്ടുമല്ലോ. അതുകൊണ്ടാണ്. ഇപ്പോഴാണ് അച്ഛനാണ് പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാനുള്ള സമയവും കിട്ടുന്നില്ല. അതിൻ്റെ കൂടെ അമ്മയുടെ കൂട്ടത്തിൽ വരുവാണെങ്കിൽ പിന്നെ ഇഷ്ടംപോലെ സ്വാതന്ത്ര്യമായിട്ട് ചേച്ചി ഇഷ്ടത്തിന് കഴിയാമല്ലോ. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ചേച്ചി ഇപ്പോൾ അമ്മയുടെ കൂടെ വരാൻ നിൽക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ മോളെ കൊണ്ട് പോകാൻ നിൽക്കല്ലേ അമ്മ. ഇനി പോക്കോ. ഇനിയിപ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി അമ്മ പോക്കോ. ഇനി പോയിട്ട് മോളുടെ ജീവിതം കൊണ്ട് അമ്മ തുലയ്ക്ക് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ അവിടെ നിന്ന് പോകാൻ തുടങ്ങുവാണ്. ആ ഫോണും എടുത്തോണ്ട് പോകാനായിട്ട് തുടങ്ങുന്ന കൃഷ്ണയോട് വൈജി ചോദിക്കുന്നുണ്ട്, അല്ല ഈ വീഡിയോ നീ നിൻ്റെ അച്ഛനെ കാണിച്ചോ? ഇല്ല, ഇതെങ്ങനെ കാണിക്കാനാണ്? ഇത് കാണിച്ചിട്ട് വേണം അച്ഛൻ ഇനി ഒരറ്റാക്ക് കൂടെ ഉണ്ടാകാൻ. അമ്മ കാരണം ഒരറ്റാക്ക് ഉണ്ടായി, രോഹിത്തേട്ടൻ കാരണം ഒരറ്റാക്ക് കൂടെ. ഇനി ഇതോടെ കാണിച്ചിട്ട് ഇനി ഒരറ്റാക്ക് കൂടെ ഉണ്ടായാലേ അത് ആ ശരീരം താങ്ങില്ല. അതുകൊണ്ട് ഞാൻ ഇതുവരെ കാണിച്ചില്ല. പിന്നെ ഇത് കാണിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ കാണിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അതിനു മുമ്പ് ചെറിയ കാര്യങ്ങളൊക്കെ അച്ഛനെ പറഞ്ഞ് എങ്ങനെയെങ്കിലും മനസ്സിലാക്കണം. ഭവിതേച്ചി എങ്ങനെയെങ്കിലും നേർവഴിക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ രോഹിത്തേട്ടൻ്റെ അപ്പുറത്തെ അവസ്ഥയായിരിക്കും ഭവിതേച്ചിക്ക്. ശരണ്യയ്ക്ക് പറ്റിയതുപോലൊരു പറ്റ് ഭവിതേച്ചിക്കും സംഭവിക്കും. അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അമ്മ നല്ലവണ്ണം ആലോചിക്കുക. അമ്മയ്ക്ക് അമ്മയുടെ വാശിയും ദേഷ്യമാണോ വലുത്, അതോ മോളുടെ ജീവിതമാണോ വലുതെന്ന് എന്നും പറഞ്ഞ് കൃഷ്ണമോള അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. വൈജയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് ആകെപ്പാട് ദേഷ്യം വരികയാണ്. വൈജ ഫോണെടുത്ത് ഭവിത വിളിക്കുന്നുണ്ട്. നീ എവിടെ അടി? ഞാൻ വീട്ടിലുണ്ടമ്മേ. ഇന്ന് വൈകുന്നേരം തന്നെ നീ ഇവിടെ വരണം. എനിക്ക് നിന്നെ ഒന്ന് കാണണം. അത് പിന്നെ അമ്മേ, നാളെ നമ്മൾ വീട് മാറുമല്ലേ. അപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് നാളെ വന്നാൽ പോരെ? ഇന്ന് വൈകിട്ട് വരണോ? വൈകിട്ട് വരണം. വരാൻ പറഞ്ഞാൽ വന്നാൽ മതി. കൂടുതൽ കാര്യമൊന്നും നീ അന്വേഷിക്കേണ്ട. ശരി അമ്മേ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. അതിനുശേഷം ഭവിത ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അമ്മയുടെ മൂഡ് അത്ര ശരിയല്ലല്ലോ, എന്ത് പറ്റി കാണും എന്നൊക്കെ ചിന്തിച്ചിട്ട് വൈകുന്നേരം ഭവിത ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. അല്ല എന്താ അമ്മ എന്തിനാ വരാൻ പറഞ്ഞത്? എന്താ വരാൻ പറഞ്ഞതെന്നോ? ഇങ്ങോട്ട് വാടി, ഞാൻ പറയാം. അങ്ങനെ ഭവിത വൈജയുടെ അടുത്ത് പോയി ഇരിക്കുന്നുണ്ട്. വയ്യാതെ കിടക്കുന്ന ആ കിടപ്പിൽ തന്നെ ആ കൈ കൊണ്ട് ഒറ്റ അടി കൊടുക്കുന്നുണ്ട് ഭവിതയുടെ മുഖത്ത്. അപ്പോൾ ഭവിത ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഇത്? അമ്മയ്ക്ക് എന്താ ഭ്രാന്തായോ? എനിക്കല്ല, നിനക്കാ. എന്നെ കൊണ്ടൊന്നും പറയരുത്. ആരാടി ഇവൻ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മയുടെ ഫോട്ടോ എടുത്ത് കാണിക്കുന്നുണ്ട്. അമ്മ ഇതെൻ്റെ ഫ്രണ്ടാണ്. ഫ്രണ്ട് എല്ലാം ഞാൻ അറിഞ്ഞു. ഇനി ഇതും കൊണ്ടാണോ നീ അങ്ങോട്ടേക്ക് വരാനിരിക്കുന്നത്? അവിടെ വന്ന് നിന്റെ തോന്നിയവാസം കാണിക്കാനാണോ? അമ്മയോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? ആര് പറഞ്ഞതെങ്കിലും ആയിക്കോട്ടെ. അമ്മ ഇതെൻ്റെ ഫ്രണ്ടാ. ഫ്രണ്ട് മിണ്ടിപ്പോകരുത് നീ. ഞാൻ കണ്ടു നിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയുള്ള അഴിഞ്ഞാട്ടമൊക്കെ. ആ വീഡിയോ ഞാൻ കണ്ടു. നീ ഇത്രയും വളർന്നെന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. എൻ്റെ മോള് ഇതുമായിട്ട് അവിടേക്ക് വന്ന് നിൻ്റെ തോന്നിവാസം കാണിക്കാനാണെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുകയല്ല. എൻ്റെ കയ്യിൽ മേടിക്കും നീ. ഞാൻ കിടപ്പിലാണെന്നൊന്നും നീ ചിന്തിക്കേണ്ട. ഇതും കേട്ട് ബബിത അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. മൊത്തത്തിൽ ആകപ്പാടെ വൈജയുടെ സമാധാനം പോയി കേട്ടോ. ബബിതയും തന്നെ പോലെ ആയി വരുവാണല്ലോ. അങ്ങനെ ഓരോന്ന് ആലോചിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കൃഷ്ണമോള് പറഞ്ഞൊരു വാക്ക് അവളുടെ മനസ്സിലേക്ക് വരികയാണ്. അമ്മയെപ്പോലെ തന്നെ മോക്കും അബദ്ധം പറ്റായിരുന്നാൽ കൊള്ളാമെന്ന്. അതെന്തായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത്? ഇനി സത്യങ്ങളെല്ലാം അവൾക്കറിയാമോ?
എന്നൊക്കെ ഇങ്ങനെ വൈജ ആലോചിച്ചുകൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ ബബിതയും വൈജയൊക്കെ പോകാനായിട്ട് റെഡിയാവുകയാണ്.